ധാരാളം പടവുകൾ നേട്ടങ്ങൾ പിടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നിലാണ് നിൽക്കുന്നത്. അതിൽ കൂടുതൽ സ്പോർട്സ് വിദ്യാർത്ഥികൾ വളരെ സന്തോഷം. ഈ 430 കോളേജുകളിൽ ആദ്യത്തെ 15 വരിക എന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ്. ചെറിയ ഹിസ്റ്ററി പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒപ്പിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി 40, 50, 60 ലക്ഷം മുടക്കി കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ അത് ചൂസ് ചെയ്യാണ്. സെന്റ് തോമസ്, സെന്റ് മേരീസ്, സെന്റ് ഫ്രാൻസിസ് കോളേജുകളായ സർജറികളൊക്കെ വാങ്ങുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി കുട്ടികൾ നമ്മൾ ഈ മേഖല മുന്നിൽ വരികയാണ്. അതിൽ എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകനായ ശ്രീനാഥൻ കോച്ചസ് അതിൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ സംഭവമാണ്. പിന്നെ എൻ്റെ പൂർവികരായ ദേവൻ സാർ അനുഗ്രഹമുണ്ട്. നമ്മൾ ആ സമയങ്ങളൊക്കെ നമുക്ക് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി പ്ലേസ് ഉണ്ട്. ഇപ്പോൾ അനുഗ്രഹം യൂണിവേഴ്സിറ്റി പോകുന്നത് ഈ വർഷം കോമ്പറ്റീഷൻ കഴിയുമ്പോൾ നമുക്ക് taekwondo men winner, women winner, overall women's winner, wushu women winner, rugby men winner, kickboxing winner, kabaddi women runner, softball men runner, wushu men runner, kickboxing men runner, yoga men third, best physics third, handball men third, football men third. ഇത്രയും അച്ചീവ്മെന്റ് ഞങ്ങളുടെ അധ്യാപകരെ ഈ കുട്ടികളെയൊക്കെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജുകൾ അവരെ ഹൈലൈറ്റ് ചെയ്യുകയാണ്, ഓഫർ കൊടുക്കുകയാണ്. നിങ്ങൾ വരും കോമ്പറ്റീഷന് അവിടെയാണ് അവരെ നമ്മുടെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ പീരീഡ് ഒരു മാസം അവർക്ക് ഫുഡ് ഒരു നേരം ഫുഡ് പീരീഡ് കൊടുക്കുന്നു. മാത്രമല്ല അവർക്ക് റിഫ്യൂഷൻ സർക്കാർ പീരീഡ് കൊടുക്കുക 50 രൂപ അപ്പോഴത്തെ പി ടി കൊണ്ടുവരാറ്. മാത്രമല്ല നാഷണൽ കുട്ടികൾക്ക് പോലും പി ടി ഉദാഹരണ സമ്മാനം കൊടുക്കാറ്. ഈ വിവരത്തിലാണ് നമ്മൾ ഇത്രയും നാളെ ഒഴിവുകൊണ്ടിരിക്കുന്നത്. നല്ല അസംബ്ലികളിൽ പി ടിയുടെ സഹകരണം അംഗീകരിക്കുന്നു. അതുപോലെ ഈ ആർട്സിലും സ്പോർട്സിലും എഡ്യൂക്കേഷനും ഒക്കെ എല്ലാ കുട്ടികൾക്കും അംഗീകരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ വിജയങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് വിളിച്ച ഇതിൻ്റെ ഓർഗനൈസർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവിടുത്തെ കൂടി ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. മറ്റുള്ള കുട്ടികൾക്ക് ഇത് പ്രചോദനമാവട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു. സദസ്സിലെയും പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയരായ മുഴുവൻ വ്യക്തിത്വങ്ങൾ, ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു സദസ്സിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. കാരണം സാധിച്ചു എന്നത് മുന്നേ സംസാരിച്ചവരുടെ വാക്കുകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. പാഠ്യേതര വിഷയങ്ങളിലെല്ലാം മേഖലകളിലെല്ലാം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ നമ്മുടെ കോളേജിനായി എന്നത് ഏറെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളെ കൂടി കലാകായിക മേഖലയെ കൂടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികളും പരിമിതികൾക്കും ഒക്കെ ഇടയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ളതും നമ്മുടെ വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനിടയിൽ പോലും നമുക്ക് ഇത്തരം നേട്ടങ്ങളൊക്കെ കൊല്ലാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനവും അതിൻ്റെ പിന്നിലുള്ള ഡെഡിക്കേഷനും ഒന്നും ചെറുതായിരിക്കില്ല. നമ്മുടെ ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ അധ്യാപകരെയും അനധ്യാപകരെയും ഇതിനോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് മറ്റു മേഖലകളിലുള്ള ഒരുപാട് പേരെയും കൂടിയാണ്. കാരണം നമുക്കറിയാം, നല്ല വിത്തുകളാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ. അതുപോലെ തന്നെ രക്ഷിതാക്കളാകുന്ന നല്ല മണ്ണും ചേരുന്ന മാത്രം അതിൽ നിന്ന് നല്ല വിളവുണ്ടാകുന്നില്ല. അതിന് ഏറ്റവും നന്നായിട്ട് വിത്തിനെ ഏറ്റവും നല്ല വിളവുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിന് പണിയെടുക്കാൻ കഴിയുന്ന കർഷകർ കൂടി ഉണ്ടാവണം. അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മുടെ അധ്യാപകരുടെയും അതുപോലെ തന്നെ കലാകായിക മേഖലകളിലൊക്കെ മറ്റു ആളുകളുടെ കൂടി സഹപാഠികൾ ഉൾപ്പെടെയുള്ള
നിങ്ങൾക്ക് അത് എത്തിച്ചു നൽകുന്നത് ഗുരുവായൂരപ്പ കോളേജിലെ PTA എന്ന് പറയുന്ന സംവിധാനം വളരെ കാര്യക്ഷമമായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഗുരുവായൂരപ്പ കോളേജിൽ ഇന്ന് ഈ ഒരു പരിപാടിയിൽ ഒരുപാട് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്. പല മേഖലകളിലും അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് മേഖലകളിൽ ഗുരുവായൂരപ്പ കോളേജ് എന്ന് പറയുന്ന ഈ കുഞ്ഞുപുറത്തെ കലാലയത്തിൻ്റെ പേര് കേരളത്തിന് പുറത്തും ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കി സമ്മാനത്തിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അക്കാഡമിക് മേഖലയായിട്ടുള്ള UGC, നെറ്റ്, JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള അതുല്യ അടക്കമുള്ള ആളുകൾ ഈ സദസ്സിലിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ ആ നേട്ടം കരസ്ഥമാക്കുമ്പോൾ വ്യക്തിപരമായിട്ട് അവർക്കുള്ള സന്തോഷത്തിനപ്പുറമായിട്ട് ഗുരുവായൂരപ്പ കോളേജിന് ഒരുപാട് പേർക്ക് അഭിമാനം കൊള്ളാവുന്ന രീതിയിൽ ആ നേട്ടം നമുക്ക് മാതൃകയായി വരുമ്പോൾ, അതുപോലെ തന്നെ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള PhD ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, ഏകദേശം 18 ആളുകൾ ഈ വേദിയിൽ ഇന്ന് സമ്മാന അനുമോദനത്തിന് അർഹരായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഗുരുവായൂരപ്പ കോളേജിന്റെ കായിക പാരമ്പര്യത്തെ കുറിച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ HOD ആയിട്ടുള്ള ഡോക്ടർ ജയകുമാർ സാർ നിങ്ങളുമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2022 മുതലുള്ള സ്റ്റാറ്റസ് അദ്ദേഹം പറയുമ്പോൾ ഇത് 2025 നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പ കോളേജ് മെച്ചപ്പെടുന്ന ആ ഒരു ഫിഗർ നിങ്ങളിലേക്ക് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. നാഷണൽ ഗെയിംസ്, സന്തോഷ് ട്രോഫി അടക്കമുള്ള കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഇനങ്ങളിൽ ഗുരുവായൂരപ്പ കോളേജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആളുകൾ പങ്കെടുക്കുകയും ഈ ക്യാമ്പസിന്റെ പേര് വീണ്ടും വീണ്ടും വാനോളം ഉയർത്തുന്ന രീതിയിലേക്ക് അവർക്കത് ചെയ്തു വെക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കേണ്ടതില്ല. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. B-Zone, Inter-Zone കലോത്സവത്തിൽ വർഷങ്ങൾക്ക് ശേഷം വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ക്യാമ്പസിലെ യൂണിയനും അതിനനുസരിച്ച് വളർന്നു വരാൻ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കും സാധിച്ചു എന്നുള്ളതാണ്. പങ്കെടുത്ത 3 വ്യക്തിഗത ഇനങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ഗുരുവായൂരപ്പ കോളേജിൽ നിന്ന് ഒരു കലാതിലകം മീറ്റ മനോജ് കടന്നു വന്നത് നമുക്ക് എല്ലാവരും അഭിമാനകരമായിട്ടുള്ള നേട്ടം കാണുകയാണ്. അതിനുശേഷം ഇന്റർ-സോൺ കലോത്സവത്തിൽ ഈ ക്യാമ്പസ് പങ്കെടുക്കുന്ന സമയത്ത് പങ്കെടുത്തിട്ടുള്ള എല്ലാ ഇനങ്ങളിലും സമ്മാനം ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. നാടകം, ഗുരുവായൂരപ്പ കോളേജിലെ നാടകത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മലയാള നാടകത്തിൽ മികച്ച നടിയും മികച്ച നടനുമുള്ള പുരസ്കാരം ഈ ക്യാമ്പസിലേക്ക് 20 വിദ്യാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് 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 അഭിമാനം നമുക്ക് വീണ്ടും Congratulations to both of you. Your determination is a true inspiration to all of us. May you continue to reach greater heights in your academic and professional. കൺഫ്യൂഷനാണ്. ഞാൻ എൻ്റെ 8ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ എത്തണമെന്നുള്ളത്. ഇവിടെ എത്തിയത് തന്നെ എനിക്കൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞാൻ മലയാളം സോഷ്യോളജിയിലാണ് ചെയ്തത്. 2 ഡിഗ്രി എടുക്കണമെന്ന് വാശിപ്പുറത്ത് എടുത്താണ്. ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ അഹങ്കാരമല്ലേ, അഹങ്കാരത്തിന് പുറത്തെടുത്താണ്. അപ്പോൾ 2 ഡിഗ്രി എടുക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. മലയാളം ആർക്കും പറ്റുമെങ്കിൽ ഇനി സോഷ്യോളജി കൂടി എടുക്കാം. അങ്ങനെ 2 ഡിഗ്രി എടുത്തു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 14 മാർക്കുള്ള നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ PhD അഡ്മിഷൻ കിട്ടി. ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ നിനക്ക് പോകാൻ പറ്റില്ല, നിനക്ക് ആ സർവൈവ് ചെയ്യാൻ പറ്റില്ല, നിനക്ക് വല്ല കമ്പ്യൂട്ടർ കോഴ്സും ചെയ്താൽ പോരെ, അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ കോളേജിലേക്ക് വിടാൻ. പിന്നെ പാരൻസൊക്കെ വിസമ്മതിച്ചു. ഇനി താല്പര്യം കാണിച്ചിട്ട് കാര്യമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇനി സർവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാരൻസ് പറഞ്ഞു ഇനി കമ്പ്യൂട്ടർ കോഴ്സ് പോയാൽ മതിയോ എന്ന് എനിക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂരപ്പ കോളേജിൽ തന്നെ പോകണം, എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് അതിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ആർട്സിൽ അഡ്മിഷൻ കിട്ടി. ആർട്സ് പോയിട്ട് എനിക്ക് വലിയ താല്പര്യമായില്ല. എനിക്ക് ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരണം എന്നുള്ള താല്പര്യത്തിന് പുറത്തുകൂടെ അഡ്മിഷൻ കിട്ടി. അപ്പം എൻ്റെ അമ്മായി, അതുപോലെ തന്നെ
കേട്ട് അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ, ദൈവത്തിന് ആത്മസ്തുതി. ഇവിടെ എത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഉപ്പ ഗൾഫിൽ നല്ലൊരു ജോലിയായിരുന്നു, അത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. Dedication and hard work can overcome any challenge. It has taken a minute to appreciate their incredible journey and applaud their outstanding achievement. I invite our dignitary to felicitate Ms. Atulya, PG, Sociology Malaya. സദസ്സിലൊക്കെ ആയിട്ട് പല മേഖലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ള അധ്യാപകരും കൂടെ ഉണ്ട്. അവരെ ഒന്നും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് 2 വാക്ക് സംസാരിക്കാൻ അതിലേക്ക് മൈക്ക് കൈമാറാം. പറയണ്ടെന്ന് അറിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് ആദ്യം ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒരു രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു. ഈ റിസർച്ച് സെന്ററിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഒരു ചെയർ ഓഫ് ഓർഡറായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. എൻ്റെ പാരൻസ് ആണ് എന്നെ അവരുടെ സമയമൊക്കെ മാറ്റി വെച്ച് ഇത്രയും എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഈ കോളേജിലേക്ക്. അവരുടെ എഫേർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത്തരത്തിൽ വേദിയിൽ നിൽക്കാൻ പറ്റുന്നത്. അതുപോലെ മലയാളം ഡിപ്പാർട്ട്മെന്റ്